എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഞ്ഞപ്പാവാട എന്ന പാഠഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു മഞ്ഞപ്പാവാട എന്നുള്ള പാഠഭാഗത്തിലൂടെ നൽകുന്ന സന്ദേശം? നമ്മൾ യാതൊരു കാരണവശാലും ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഒരിക്കലും നമ്മൾ വാശി പിടിക്കരുത്. വാശി പിടിക്കുന്നത് എന്താണ്? മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പെരുമാറരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ നൽകിയ സന്ദേശം എന്ന് പറയുന്നത് അല്ലേ? നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. നമ്മൾ മറ്റുള്ളവർക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, വിഷമം ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സന്ദേശമാണ് ആ ഒരു പാഠഭാഗത്തിലൂടെ നൽകുന്നത്. അപ്പോൾ ആ പാഠഭാഗത്തിൽ കുട്ടി അവൾക്കൊരു മഞ്ഞപ്പാവാട വേണമെന്ന് വളരെ വാശി പിടിക്കുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും വളരെ വിഷമിച്ചു അല്ലേ? കാരണം എന്താണ്, അവരെ കൊണ്ടത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അവസാനം അവർ എടുത്തു വെച്ചിരുന്ന അല്ലേ, ഒരു അനുജനുണ്ടാകുമ്പോൾ അവനെ അരഞ്ഞാണം വാങ്ങിക്കാനായിട്ട് വെച്ചിരുന്ന കാശ് എടുക്കുമ്പോഴാണ് അവൾക്ക് അവളുടെ തെറ്റ് മനസ്സിലാവുകയും അവരുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാവുകയും ഉടനെ തന്നെ അവൾ നല്ല കുട്ടിയായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അമ്മയെ വേണ്ട, അത് ചെയ്യണ്ട അല്ലേ, എനിക്ക് എന്ത് വേണ്ട, മഞ്ഞപ്പാവാട വേണ്ട, പിന്നീടാണെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി എന്നവൾ പറയുന്നത് അല്ലേ? അപ്പം അതുപോലെയുള്ള നല്ല കുട്ടികളായിട്ട് വേണം നമ്മൾ എപ്പോഴും ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കലും മോശം പ്രവർത്തികൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്നൊരു സന്ദേശമാണ് അവിടെ നൽകുന്നത് അല്ലേ? അപ്പം അതിൽ പാഠഭാഗ പ്രവർത്തനങ്ങളിലോട്ട് പോകാം. എന്തൊക്കെയാണ് പാഠഭാഗത്ത് വരുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നോക്കി എഴുതണ്ടേ? എന്തൊക്കെയാണ് നോക്കിയേ? അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തുടക്കത്തിൽ നിറമുള്ള നന്മകൾ എന്ന ഭാഗത്ത് നമ്മൾ ഒരു ആശംസ കാർഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പെരുന്നാൾ ആശംസയാവാം, ക്രിസ്തുമസ് ആശംസയാവാം, പുതുവത്സര ആശംസയാവാം, ഏത് ആശംസയായിക്കോട്ടെ ഒരു ആശംസ കാർഡ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ തയ്യാറാക്കി നോക്കിയോ നിങ്ങൾ? തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കുക കേട്ടല്ലോ. മനോഹരമായിട്ട് കളറൊക്കെ കൊടുത്തോ ഫ്രണ്ടിൽ? കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ, അടുത്തത് പറയാൻ എഴുതാം. കുഞ്ഞ് സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടും അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നിയില്ല. കാരണം എന്താണ് കാരണം? കാരണം അവർ വാങ്ങിത്തരാം, വസ്ത്രം വാങ്ങിത്തരാം എന്ന് പറഞ്ഞു, പക്ഷെ എങ്ങനെ വാങ്ങിക്കും എന്ന വിഷമമായിരുന്നു അവരുടെ ഉള്ളിൽ. അതായിരുന്നു അല്ലേ? അടുത്തത് അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി എന്തായിരിക്കും പറഞ്ഞത്? കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അമ്മയെ വേണ്ട അല്ലേ, എനിക്ക് പിന്നീടാണെങ്കിലും മഞ്ഞപ്പാവാട വാങ്ങിത്തന്നാൽ മതി, ഇത് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അടുത്തത് എന്തെല്ലാം സ്വപ്നങ്ങൾ? കഥയിലെ കുട്ടിക്ക് ഒരു പേര് നൽകാമോ? കുഞ്ഞനുജനെ കുറിച്ച് അവൾ എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും കണ്ടിരിക്കുക? എഴുതി നോക്കൂ എന്നാണ് പറയുന്നത്. എന്ത് പേര് നൽകാം? ചെറിയൊരു പേര് നൽകുക അല്ലേ? മിന്നു എന്ന് വെച്ചു. മിന്നു എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും അനിയനെ കുറിച്ച്? അനിയൻ്റെ കൂടെ കളിക്കണം, ചിരിക്കണം, ഇതൊക്കെ ആയിരിക്കും സ്വപ്നം കണ്ടിട്ടുണ്ടാവുക അല്ലേ? വേറൊന്നും സ്വപ്നം കാണോ? ഇല്ല അല്ലേ? അവനെ നന്നായിട്ട് കളിപ്പിക്കണം എന്നൊക്കെ ആയിരിക്കും. അടുത്ത നിറമുള്ള വാക്കുകൾ. മഞ്ഞ നിറമുള്ള പാവാടയാണ് മഞ്ഞപ്പാവാട. ഇതുപോലെ നിറം ചേർന്ന് വരുന്ന എത്ര വാക്കുകൾ എഴുതാം? നോക്കിയേ. മഞ്ഞപ്പാവാട, പച്ച തത്ത, നീല താമര, വെള്ളക്കൊക്ക് അല്ലേ, വെള്ളക്കൊറ്റി, കറുത്ത കാക്ക, കാക്കക്കുയിൽ അല്ലേ, അങ്ങനെയൊക്കെ പറയാം. അതുപോലെ തന്നെ പച്ച വെള്ളം അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, നിറം ചേർന്ന് വരുന്ന വാക്കുകളാണ്. അതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അടുത്തത് പൂർത്തിയാക്കുക. അച്ഛൻ, നീ എന്തിനാ മോൾക്ക് ആശ കൊടുത്തത്? അമ്മ, മോളുടെ വിഷമം കാണാൻ വയ്യാത്തോണ്ടാ. അച്ഛൻ, ഇനി നാളെ അവളോട് എന്തു പറയും? അമ്മ എന്തു പറയും? നാളെയല്ലേ, എന്തെങ്കിലും വഴി ഉണ്ടാവും. അച്ഛൻ, നീ എന്തിനാ മൺകുടുക്കി എടുക്കുന്നേ? അമ്മ, ഇതിൽ കുറച്ച് പണമുണ്ട്, അത് എടുക്കാം. നീ എത്ര കാലം കൊണ്ട് കൂട്ടി വെച്ചതാണെന്ന് വീണ്ടും അച്ഛൻ ചോദിക്കുക അല്ലേ? അപ്പോൾ പറയുന്ന അമ്മ എന്താ പറയുക? അത് സാരമില്ല, ആദ്യം മോളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറയും. ഒരു സംഭാഷണമാണ്, ബാക്കി ടീച്ചർ തന്നെ ഫില്ല് ചെയ്തു. ശ്രദ്ധിച്ചോ? അപ്പോൾ അത് നോക്കുക കേട്ടോ. സംഭാഷണം എഴുതേണ്ടത് ഇങ്ങനെയാണ്, അത് മനസ്സിലാക്കുക. ഓക്കെ, കണ്ടെത്തി എഴുതൂ. അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. മഞ്ഞപ്പാവാടയിൽ പെൺകുട്ടിക്കുണ്ടായ വിഷമമാണ് ഈ വാക്യത്തിലൂടെ സൂചിപ്പിക്കുന്നത്. എനിക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവിടെ നിന്നും കിട്ടിയ സമ്മാനങ്ങൾ. ഇതുപോലുള്ള വാക്യങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വാക്യങ്ങൾ എഴുതുക, അതായത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു, അതുപോലെ തന്നെ എനിക്ക് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അവിടെ നിന്നും കിട്ടിയ സമ്മാനങ്ങൾ, അതുപോലുള്ള വാക്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. അത് സങ്കല്പിച്ചെഴുതൂ. ഈ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലെ ഒരാളായിരുന്നുവെങ്കിൽ പിറന്നാളിന് എന്തെല്ലാമായിരിക്കും നിങ്ങൾ ഓർക്കുക? മഞ്ഞപ്പാവാട എന്ന പാഠഭാഗത്തിലെ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആയിരുന്നെങ്കിൽ അവൾക്കായി നിങ്ങൾ എന്തൊക്കെ ഒരുക്കിയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എന്തൊരുക്കിയിരിക്കും?
ഇങ്ങനെയൊരു അവസ്ഥ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടിയിട്ട് സമ്മാനങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാവരും നിങ്ങൾ ചെയ്തിരിക്കും അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? വിഷമം കണ്ട് സന്തോഷിക്കുന്നവരാണോ? മറ്റുള്ളവരുടെ വിഷമത്തിൽ സന്തോഷിക്കുന്നവരാണോ? അല്ല അല്ലേ? മറ്റുള്ളവരുടെ വിഷമത്തിൽ വിഷമം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാവരും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. അതെന്തൊക്കെയാണ്? പിറന്നാൾ മരം നടാം എന്ന് പറയുന്നുണ്ട്, ആശംസ കാർഡുകൾ തയ്യാറാക്കാം, സമ്മാനങ്ങൾ നൽകാം അല്ലേ? എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ പിന്നെ എന്തുകൂടെ പറയുന്നുണ്ട്? അവൾക്ക് ആശംസ നേർന്നുകൊണ്ട് കത്ത് തയ്യാറാക്കുക. ആ കുട്ടിക്ക് മഞ്ഞപ്പവഴ എന്ന പാഠഭാഗത്തിൽ കുട്ടിക്ക് നമ്മൾ മിന്നു എന്ന് പേര് കൊടുത്തല്ലോ, ആ മിന്നുവിന് ഒരു ആശംസ, പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടൊരു കത്ത് തയ്യാറാക്കാനാണ് പറയുന്നത്. കത്ത് തയ്യാറാക്കാൻ ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് എഴുതേണ്ടത്? സ്ഥലം ഉണ്ടാവണം, തീയതി ഉണ്ടാവണം, അഭിസംബോധന. പ്രിയപ്പെട്ട മിന്നുവിന്, നിനക്ക് സുഖമല്ലേ? നിന്റെ പിറന്നാളാണല്ലേ നാളെ, എനിക്ക് മനസ്സിലായി. 1000 പിറന്നാൾ ആശംസകൾ മിന്നു. നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ ഇഷ്ടമല്ലേ? പുതിയ വസ്ത്രമൊക്കെ ഇട്ടിട്ട് നാളെ സ്കൂളിൽ വരില്ലേ നീയെ? നിനക്കായിട്ട് ഒരുപാട് സർപ്രൈസ് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം അല്ലേ? കത്ത് എഴുതുമ്പോഴേ നിങ്ങളെ സ്വന്തം കൂട്ടുകാർ അല്ലെങ്കിൽ പേര് എഴുതുക. ആരാണോ, രാജു ആണെങ്കിൽ രാജു, രാമു ആണെങ്കിൽ രാമു, ആരാണോ അത് എഴുതുക കേട്ടോ. അടുത്ത് വീണ്ടും വായിക്കാം. കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്ദർഭം ഏതെന്ന് കണ്ടെത്തി പറയാനാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ട സന്ദർഭം അത് പദശേഖരം. ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോയി. സന്തോഷം കൊണ്ട് അവളുടെ ഹൃദയം തുടിച്ചു. വെറുതെ പുറത്തിറങ്ങി ചുറ്റി നടന്നപ്പോൾ ഞങ്ങളുടെ കാല് കഴിച്ചു. ഞങ്ങൾ ഒന്നിച്ചു പഠിക്കുന്നവരായിരുന്നു. അടുത്തടുത്ത വീടുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നിങ്ങളുടെ പദശേഖരത്തിലുള്ള ചില വാക്കുകളാണ് അടിവരയിട്ടിരിക്കുന്നത്. സമാനമായിട്ടുള്ള പദങ്ങൾ കണ്ടെത്തുമോ എന്നാണ് പറയുന്നത്. സന്തോഷം, വീട്, ഒന്നിച്ച് പഠിക്കുന്നവർ, കാല്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതുപോലുള്ളവ കണ്ടെത്താനാണ് പറയുന്നത്. അടുത്ത് കണ്ടെത്താം എഴുതാം. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ കണ്ടെത്തി ക്രമപ്പെടുത്തി എഴുതുക എന്നാണ് പറയുന്നത്. അമ്മ വെച്ചിട്ടുണ്ട് പായസവും അമ്മ വെച്ചിട്ടുണ്ട് എന്നല്ലേ പറയാം. കറക്റ്റാക്കി എഴുതാനാണ് പറയുന്നത്. നീട്ടി സമ്മാനപ്പൊതി അവർ സമ്മാനപ്പൊതി നീട്ടി അല്ലേ? ചിത്രകഥാ പുസ്തകം ഒരു മനോഹരമായ ചിത്രകഥാ പുസ്തകം. എല്ലാവരും വന്നു, കൂട്ടുകാർ എല്ലാവരും വന്നു. അജിതയുടെ ഇന്ന് അജിതയുടെ ജന്മദിനമാണ്. പിറന്നാൾ നല്ല പിറന്നാൾ സമ്മാനം. അതെങ്ങനെയാണ് എഴുതേണ്ടത്? അപ്പോൾ അത് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. നോക്കി വൃത്തിയായിട്ട് അടയാളപ്പെടുത്തുക കേട്ടോ. ഓർഡറിൽ ഇത്രയാണ് നമ്മുടെ പാഠഭാഗത്തിലുള്ളത്. അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് നോക്കുക, മനസ്സിലാക്കിയവർ എഴുതുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം പുതിയ പാഠഭാഗമായിട്ട്. താങ്ക് യു.